ഈ പ്രാവശ്യം വന്നേക്കണ പെമ്പിളേർക്ക് കൊള്ളാലേടാ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, കുറച്ചൊക്കെ പുരോഗമനമുണ്ട്. ഇതെന്ത് കഥകളിയാ? എടാ കബീഷേ, നിന്നോടാടാ ഞാൻ ഈ കിടന്ന് പറയുന്നേ. നീ അപ്പോഴേക്കും അവിടെ കിടന്ന് കഥകളി കാണിക്കുന്ന. എടാ നീ ആ കറുപ്പ് ഡ്രസ് ഇട്ട കുട്ടീനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവള് വന്നപ്പോ തൊട്ട് എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കണില്ലടാ. എനിക്ക് തോന്നണതേ അവൾക്ക് എന്നോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെന്ന്. അവള് നിന്റെ മുഖത്ത് നോക്കിന്നോ? ശരിയാ, നോക്കിക്കാണും. ഏതാണ് ഈ വേട്ടാവളിയെന്ന് ഓർത്ത് നോക്കിയതായിരിക്കും അവള്. ഓ, ഈ നെഗറ്റീവ് വോളിയെ കൊണ്ട്. എടാ നീ നോക്കിക്കോ, അവളെ ഞാൻ വളയ്ക്കും. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങും. എന്ത് അടിയാ? ഓ, അടിയല്ലടാ, അവളുടെ പ്രണയം. വാങ്ങുന്നൊക്കെ കൊള്ളാം. ലാസ്റ്റ് അവളുടെ അപ്പം വന്ന് നിന്റെ ബോഡിക്ക് പഞ്ചറിടാണ്ട് നീ നോക്കിക്കോ. പഞ്ചറിട്ട എന്താ? പഞ്ചർ ഒട്ടിച്ചിട്ട് അടുത്ത വണ്ടി ഓടിക്കും. അല്ല പിന്നെ. അതെ അതെ, നീ ഒന്നും എത്ര ഇട്ടാലും പഠിക്കില്ലടാ. നീയൊക്കെ എന്നെ കണ്ടുപിടിക്കേ. നിനക്കൊക്കെ എന്താണ് ഈ പെണ്ണുങ്ങളെ കാണുമ്പോ ഇത്ര ഇളക്കം? എന്തോ എങ്ങനെ? നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അഴിഞ്ഞാട്ട് ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. അത് ഇവനെങ്ങനെ അറിഞ്ഞു? എടാ അതെങ്ങനെ നീ അറിഞ്ഞു? എടാ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ഞെട്ടരുത്. എന്താടാ? എടാ നീ രാത്രി മെസ്സേജ് അയക്കാറുള്ള ഈ അശ്വതി അച്ചൂസിലെ അതെന്റെ ഫേക്ക് അടിയാ. എടാ ചേട്ടേ, എട കാമപ്പിശാശി, കാമരാക്ഷസ, കാമാന്തക. രാത്രിയാകുമ്പോ തുടങ്ങിക്കോളും അവന്റെ കുലിസിത കഥകളും. ഒന്നില്ലെങ്കിലും ഒരു പെൺകുട്ടി എല്ലാവരുടെടാ ഞാൻ. എന്റെ മാനം. എന്താടാ നിനക്കിപ്പോ ഒന്നും മിണ്ടാനില്ലേ? ഒരു നല്ലവനായ ഉണ്ണി വന്നേക്കുന്നു. നീ പോടാ. നീ എന്നും വാങ്ങിക്കൂട്ടുന്ന അടിയനേക്കാൾ ഇത് ഭേദം. ഇതാകുമ്പോ ഒരു ബ്ലോക്കിൽ തീരില്ലേ? ഈയടാ മോനെ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനും വേണോടാ ധൈര്യം. അത് നിനക്ക് പണ്ടേ ഇല്ലല്ലോ. സമ്മതിച്ച്. എന്തുവാടാ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഇരുന്ന് പറയുന്നത്? ഹരിയേട്ടാ, നിങ്ങളിതെവിടെയായിരുന്നു? ഞാൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നടാ, കുറച്ച് പണിയുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. എടാ അവനിന്ന് വരുവോ? അവൻ വന്നിട്ട് വേണം പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി കാര്യം അവതരിപ്പിക്കാൻ. ഇന്ന് ചിലപ്പോ വരുമായിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അവനൊന്ന് ഫോൺ എടുക്കണ്ടേ? കബീഷെ, നീ ഇന്നലെ വിളിച്ചിട്ടോ ഫോൺ എടുത്തില്ലായിരുന്നല്ലോ? ഈശ്വര, ഇവന്റെ കിളി പിന്നെ അടിച്ചു പോയാ? എടാ മരയോന്തേ, നിന്നോടാടാ ഈ ചോദിക്കുന്നേ. എടാ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. പണിക്കര് പറഞ്ഞ പെൺകുട്ടി. എവിടെ? ഓയ് കുട്ടി, ഇവിടെ വന്നേ. ഇവനിതെന്തിനുള്ള പുറപ്പാടാ? കുട്ടി പാനിക്കാവൊന്നും വേണ്ടട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. എന്താ പേര്? ഗൗരി മാധവൻ. മാധവനാണോ? അപ്പൊ ഈ കാവ്യമാധവൻ ആരെങ്കിലും ആയിട്ട് വരുമോ കുട്ടി? ചുമ്മാ ഇരിക്കടാ. ഗൗരി, താനെന്താ ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഡാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഡാൻസുകാരത്തിയാണോ? എങ്കിൽ പിന്നെ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് മോള് പോയാ മതി. ഏതാ മറ്റേ ഏകമുദ്ര ത്രിമുദ്ര അത് കാണിച്ച് തന്നിട്ട് മോള് പോയാ മതി. പറ്റത്തില്ല. എന്ത് പറ്റില്ലെന്ന്? മര്യാദക്ക് നീ ഡാൻസ് കളിച്ചിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അതാണ് ഞാൻ പറഞ്ഞേ, പറ്റത്തില്ല. എനിക്ക് ഡാൻസ് കളിക്കാനേ സൗകര്യമില്ല. കളിക്കാൻ പറ്റില്ലെങ്കിൽ നീയൊക്കെ പിന്നെ എന്തിനാടി ഡാൻസ് പഠിക്കാനായിട്ട് ഇങ്ങ് വന്നേക്കുന്നേ?
അതെ, ഈ എടി ബോഡി എന്നൊക്കെയുള്ള വിളിയെ നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. ഓഹോ, നിനക്കത് കൊണ്ടല്ലേ? എന്നാ ഞാൻ ഇനി വിളിക്കൂടി. എടി എടി എടി, നീ ഡാൻസ് കളിക്കടി. എടി എടി. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി. അതെ, അവളോട് കൂടുതൽ ചൂടാവാൻ നിൽക്കണ്ട. അവളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൾ മറ്റേതാണെന്ന് തോന്നണം. ഏത് മറ്റേത്? എടാ ഇല്ല, അത് സിംഗപ്പെണ്ണ്. വെറുതെ എന്തിനാ? നല്ല അടി കിട്ടും. തൽക്കാലത്തേക്ക് കുട്ടി ഡാൻസ് കളിക്കണ്ട, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ ഓക്കെ, ചെല്ല്, ക്ലാസ്സിൽ പോക്കോ. അതെ, എന്റെ ക്ലാസ്സിൽ പോവാൻ എനിക്കറിയാം. നിന്റെ സമ്മതം വേണ്ട. ഇത് എന്തോന്ന് സാധനാടാ? ഹോ, പെൺകുട്ടികളായ ഇങ്ങനെ വേണം. ഓ, ഇയാൾക്ക് അവൾ അത്ര ബോധിച്ചെങ്കിലേ ചെല്ല്, പോയി കെട്ടിക്കോ. ഓ ആയിക്കോട്ടെ. ഹരിയേട്ടാ, ഞാനെന്നാ ജീവനെ വിളിച്ചിട്ട് എവിടെ എത്തിയത് ചോദിക്കട്ടെ. ഇത്രയോ സമയമായില്ലേ? ആടാ, നീ വിളിക്കേ. ജീവയല്ലേ വരുന്നേ? ഹാ, ആടാ, അവൻ തന്നെയാ. ജീവ, എടാ ഇവിടെ. എവിടെയാണടാ തെണ്ടി നീ? നാട്ടിൽ പോന്നു പറഞ്ഞു ഒറ്റ പോക്ക് പോയതാ. പിന്നെ അവന്റെ വിവരേ ഇല്ല. അതെ, ഈ ഫോൺ എന്തിനു കൊണ്ട് നടക്കുക? വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ പാടില്ലേ? എടാ, നീ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ല. ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നില്ലേ? ഇന്നത്തെ കാര്യമല്ല പറഞ്ഞ്. ഈ 2 ആഴ്ചയായിട്ട് നിന്നെ ഞങ്ങൾ മാറി മാറി ട്രൈ ചെയ്തോണ്ടിരിക്കുക. നീ എന്താ ഫോൺ എടുക്കാത്തെ? ഓ അതല്ലേ, വിട്ടുകളാം. ഞാൻ ഇങ്ങ് എത്തിയില്ലേ. വിട്ടുകളയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇതിന് പ്രതിഫലമായിട്ട് ഇന്ന് രാത്രി നീ കുപ്പിയെടുക്കണം. ആ, അത് കൊള്ളാം, നല്ല ഐഡിയ. അല്ലെങ്കിലും നീയൊക്കെ എന്നെ ഊറ്റാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കില്ലെന്ന് എനിക്കറിയാം. എടാ, ആൻറ്റി ഇന്ന് എടുക്കുന്ന സുഖമായിട്ടിരിക്കുന്നോ? അമ്മ അവിടെ ഹാപ്പിയാ ഹരിയേട്ടാ, ഒരു കുഴപ്പമില്ല. എന്നെ തിരിച്ചു വിടുന്നുണ്ടായിരുന്നില്ല, ഒരു കണക്കിന് ഇങ്ങ് പോന്നേ. അതെ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നമുക്ക് ആ പ്രിൻസിപ്പളെ പോയി കാണാം. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? എന്നാ വാ, നമുക്ക് കൈയോടെ തന്നെ സംസാരിച്ചേക്കാം. സാർ, ഫ്രഷേഴ്സ് നടത്താൻ സാറിന് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേ. ജീവ, നീ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുന്നേ ഫ്രഷേഴ്സ് ഡേയുടെ പേരിൽ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് നീയും കണ്ടതല്ലേ? സാർ, അതൊക്കെ 2 വർഷം മുന്നേ ഉള്ള കാര്യമല്ലേ? വിവരമില്ലാതെ ഏതവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയെന്നും പറഞ്ഞ് ഇപ്പൊ വന്ന പിള്ളേരെ എന്തു ചെയ്തു സാർ? അന്നുണ്ടായ പോലത്തെ ഒരു ഇഷ്യൂ വീണ്ടും ഉണ്ടാവുമെന്ന് ഓർത്താണ് സാർ ഇങ്ങനെ പറയണമെങ്കിൽ അതോർത്ത് പേടിക്കണ്ട. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു പ്രശ്നവും വരാതെ ഈ ഫ്രഷേഴ്സ് ഡേ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നടത്തും. സാറിന്റെ പെർമിഷൻ മാത്രം കിട്ടിയാൽ മതി. സാറിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ സാറിനത് തരാം. ജീവ, ഐ ട്രസ്റ്റ് യു. ഞാനായിട്ട് ഇനി ഇത് വേണ്ടെന്ന് വെക്കുന്നില്ല. നിങ്ങൾ നടത്തിക്കോ. താങ്ക് യു സർ. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇനിയിപ്പോൾ എങ്ങനെയാ? നമുക്ക് ക്ലാസ്സിൽ കയറിയാലോ? നിങ്ങൾ വിട്ടോ, എനിക്ക് വയലിൻ ഡിപ്പാർട്ട്മെന്റ് വരെ പോകണം. കുറച്ച് ആവശ്യമുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വന്നേക്കാം. എന്നാ നീ ചെല്ല, കഴിയുമ്പോൾ വന്നാൽ മതി. ഞങ്ങൾ ക്ലാസ്സിൽ കാണും. സന്ദീപ്, പ്രോഗ്രാമിന്റെ കാര്യം ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സൺഡേ ആണ്, 6 മണിക്കാണ്. 6 മണിക്കാണല്ലേ? അതെന്തായാലും നന്നായി. ആ സമയമാകുമ്പോൾ പിന്നെ ആൾക്കാരുണ്ടാവും കാണാനായിട്ട്. പിന്നെ അന്ന് ഞാൻ ഉണ്ടാവില്ല, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ പിന്നെ അവന്മാരെ പറഞ്ഞു വിട്ടേക്കാം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. എടാ, അതാരാണ് വയലിൻ വായിക്കുന്നത്? കുറെ നേരമായി. നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. ഏത്? ഈ കേൾക്കുന്നതാണോ? ആ, അത് ഫസ്റ്റ് ഇയറിലെ കുട്ടിയേട്ടാ. ഓ, എന്നാ നീ ചെല്ല്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാ ശരി ഏട്ടാ, ഞാൻ പോയേക്കുക. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വായിക്കുന്ന ആളെ ഒന്ന് കാണണമല്ലോ.
Branch accounting. Branch accounting is a bookkeeping used by organization and multiple operation locations branches. It involves creating separate financial records for each branch including. എന്ത് തേങ്ങയുടെ ഇവർ പറയണേ? നീ കണ്ടോടാത്? കളഞ്ഞി. ഒന്ന് രസം പിടിച്ച് വരുമായിരുന്നു. ഈ പണ്ടാരിനി എപ്പോൾ കഴിയൂടാ? കോപ്പ് ബോറടിക്കണം. ക്യാൻറ്റീനിൽ പോയി വല്ല ചായയും കുടിച്ചിരിക്കായിരുന്നു. ശരിയാ. ഹരിയേട്ടൻ എവിടെടാ? വാഷ്റൂമിൽ പോകുന്നു പറഞ്ഞ ഒറ്റ പോക്ക് പോയതങ്ങിയത് ഇതുവരെ ഒഴിച്ച് തീർന്നില്ലാവോ? ശരിയാണല്ലോ. ഇതല്ലായിരുന്നു ഡിപ്പാർട്ട്മെന്റ്. കാണുന്നില്ലല്ലോ. ദേ നിൽക്കുന്നേ. ഹരിയേട്ടോ, എന്നതാ ഇവിടെ പരിപാടി? നിങ്ങളെന്താ ഇവിടെ? അത് ശരി, അത് ഞങ്ങളല്ല അങ്ങോട്ട് ചോദിക്കണ്ടേ. താൻ എന്താടോ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്ത് താൻ ഇവിടെ എന്തെടുക്കുവാടോ? സത്യം പറ, ആരെ കാണാൻ വേണ്ടി വന്നാ? പോടാ, ഞാൻ ആരെ കാണാൻ വേണ്ടി വന്നല്ല. ഈ വഴി വന്നപ്പോ ഈ ഡാൻസ് കണ്ട് കേറി നിന്ന് അങ്ങനെ. എന്തെന്ത് നിങ്ങൾ എന്തൊക്കെയാണോ ഈ പറയുന്നത് മനുഷ്യ? എന്തുവാടാ നിനക്കൊക്കെ? ഇത് കൊള്ളാം. എനിക്കെന്തോടെ വരാൻ പാടില്ലേ? നിങ്ങളിങ്ങ് വന്നേ, നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അടുത്ത് പോവാം. ഫ്രഷേഴ്സ് ഡേയുടെ കാര്യം പറയാം. ജീവ പറഞ്ഞ് ഏൽപ്പിച്ചതാ, അവനും പോയിട്ടുണ്ട്. വാ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ഞങ്ങളെ പിടിക്കുന്നുണ്ട്. ഓ ശരി, നീയൊക്കെ പിടിക്ക്. അപ്പൊ ഇത്ര നേരം ചേട്ടന്മാര് പറഞ്ഞ കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാറ, നീ ചിരിച്ചത് അവർ കേട്ടു. നമ്മളെ തന്നെ നോക്കുന്നേ. ഇത്ര ചിരിക്കാൻ വേണ്ടി മാത്രം അവള് എന്ത് വലിയ കോമഡിയാ മോളെ പറഞ്ഞേ? അതെ മോള് ഞങ്ങളോടും കൂടി പറ, ഞങ്ങളൊന്ന് ചിരിക്കട്ടേന്നേ. അത് ചേട്ടാ, സോറി, പെട്ടെന്ന് അറിയാതെയാ. അയ്യോ, നീ കേട്ടോടാ ആൽബിനെ, അവള് അറിയാതെ ചിരിച്ചാണെന്ന്. നിന്റെ പേരെന്താടി? സാറ. സാറാന്ന് മാത്രമല്ലോ? നിനക്ക് വാലും തുമ്പൊന്നുമില്ലേ? സാറ ജോൺ. അങ്ങനെ പറ. അപ്പൊ സാറമോൾ ഇവിടെ വന്നിട്ടേ ഈ ചേട്ടന്റെ കൂടെ ഒരു കപ്പിൾ ഡാൻസ് കളിക്കേ. കപ്പിൾ ഡാൻസ്? ചേട്ടാ, ഞാൻ സോറി പറഞ്ഞില്ലേ, ഞാൻ അറിയാതെ ചിരിച്ചതാ. അതൊക്കെ നിങ്ങൾ എപ്പോഴും വിട്ടുമോളെ. മോളിങ് വാ, എന്നിട്ടേ ചേട്ടന്റെ കൂടെ ഒരു കപ്പിൾ ഡാൻസ് കളിക്കേ. ജീവ വന്നു. നിങ്ങളെന്താടാ ഇവിടെ? നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട് ഏട്ടാ, ദേ പോവാനിരിക്കുമായിരുന്നു. എന്നാ ചെല്ല വിട്ടോ, മക്കളെ ക്ലാസ്സിൽ കയറാൻ നോക്ക്. ചേട്ടാ ദേ പോവാ. എടാ വാടാ. പോടാ പോടാ, പോയി ക്ലാസ്സിൽ കയറടാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ജീവ, ഇവിടുത്തെ BCom ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ വന്നത് ഫ്രഷേഴ്സ് ഡേയുടെ കാര്യം പറയാനാണ്. നെക്സ്റ്റ് വീക്ക് 14th ഫ്രഷേഴ്സ് ഡേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ അങ്ങനെ നടത്താൻ പ്രിൻസിപ്പാൾ സമ്മതിച്ചിട്ടില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിയുടെ സമ്മതം വാങ്ങിയത്. ഇതെല്ലാം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കണം. ഒന്നും ചെയ്യാതെ ആരും മാറി നിൽക്കരുത്.
അതെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ഈ ഫ്രഷേഴ്സ് ഡേ നമുക്ക് പൊളിച്ചെടുക്കണം. തേർഡ് ബെഞ്ചിലെ സെക്കൻഡ് വൺ. എടി നിന്നെയാ. ഇയാൾ വന്നിട്ട് വയലിൻ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് തൻ്റെ വക ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചാൽ മതി. ഡേ, നീ ഒന്ന് നിന്നേ. അവള് വയലിൻ വായിക്കുന്നത് നിനക്ക് എങ്ങനെ അറിയാം? അത് വയലിൻ ഡിപ്പാർട്ട്മെന്റ് വഴി പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേട്ടതാ. നമുക്കേ ക്ലാസ്സിൽ കയറാം, നീ വന്നേ. ഓ ശരി ശരി, നീ ഇപ്പൊ പൊക്കോ, നിന്നെ ഞാൻ പിടിക്കുന്നുണ്ട്. നീയും കിടക്ക ഇല്ലേ അയാളും കിടക്ക. എന്തോ കാര്യമായിട്ട് മറച്ചു വെക്കുന്നുണ്ട് രണ്ടും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടടാ. അവർക്കിടയിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്, നമുക്കത് കണ്ടുപിടിക്കാം. എടി നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാനൊന്നും വേണ്ടടി, ഒരു ചായ പറഞ്ഞാൽ മതി. ചേട്ടാ 2 ചായ, ഒരു പരിപ്പ് വട. അമലെ ദേടാ അവള്. തേടിയ വള്ളി കാലി ചുറ്റി. നീങ്ങവാ, ഒരു പണിയുണ്ട്. എന്താ മോളെ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കുന്ന? ചേട്ടന്മാരും കൂടി കമ്പനി വരട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ഇവളും ഉണ്ട്. ചേട്ടന്മാർക്ക് എന്താ കണ്ണ് കാണത്തില്ലേ? എബിന് സാറമ്മോളുടെ നാക്ക് പൊന്തി തുടങ്ങി. നീ എന്താടി ഞങ്ങളുടെ ഇന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയോ? ചേട്ടൻ എന്തിനാ അവളിങ്ങനെ ശല്യം ചെയ്യുന്നേ? അവള് പറഞ്ഞല്ലേ ക്ലാസ്സിൽ വെച്ച് അറിയാതെ ചിരിച്ചാണെന്ന്. ദേ കൊച്ചെ, നീ ചുമ്മാ ഷോ ഇറക്കല്ലേ. അവൻ അവളോടല്ലേ സംസാരിക്കുന്നത്, അവള് മറുപടി പറഞ്ഞോളൂ. നീ ചുമ്മാ കിടന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത്. ദേ ചേട്ടാ, കുറച്ച് മര്യാദക്ക് സംസാരിക്കണം. സാറമ്മോള് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാറായോ? വാ പോവാം. നീ ചുമ്മാ നിർത്തി പിടിക്കല്ലേ, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് പോവാം. ശ്യാമ നീ അങ്ങോട്ട് നോക്കി. ഇവൻ എന്താണ് എല്ലായിടത്തും വന്നോളൂ. നമുക്ക് പോവാം, ഇന്നാ ശരിയാവില്ല. ആ കഴിഞ്ഞോ അവന്മാരുടെ പ്രഹസനം? എങ്ങനെ കരയാണ്ടിരിക്കണേ? നീ അങ്ങോട്ടൊന്ന് നോക്കി. ഓ ഇതുകൊണ്ടാണല്ലേ. എടി ആ ചേട്ടൻ നമ്മുടെ സീനിയർ അല്ലേ? പുള്ളീനെന്താ അവർക്കത്ര പേടിയാ? ക്ലാസ്സിൽ വെച്ചും പുള്ളി വന്നപ്പോഴല്ലേ അവർ വിട്ടുകളഞ്ഞേ. എടി അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ സീനിയർ ഏട്ടനും അച്ചക്കന്മാരില്ലേ, അവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു കശപശ ഉണ്ടായിട്ടുണ്ട്. ആണോ? അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയൊന്നുമില്ല, ഞാനുടെ ഒരു ഊർത്തി പറഞ്ഞ അങ്ങനെ വല്ല ആയിരിക്കുള്ളൂ. ബെസ്റ്റ്, നിന്റെ പറിച്ചു കേട്ടപ്പോൾ ഞാൻ ഓർത്തു നിനക്കെല്ലാം അറിയാന്ന്. എന്തുവാടി? പിന്നെ ലോകത്ത് കിടക്കണ എല്ലാ കാര്യം നമ്മൾ പിന്നെ അറിഞ്ഞിട്ടാണല്ലോ പറയണേ. രാഘവേട്ടോയ്, ചായ പറഞ്ഞിട്ട് കുറെ നേരമായി. വൈകുന്നേരം ആയാലും ആ ചായ കിട്ടുമോ? ഇവിടെ ചായ അടിക്കണ മെഷീനൊന്നും ഇല്ല കൊച്ചനെ, എന്റെ 2 കൈ മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ക്ഷമിക്ക്, ഇപ്പൊ തന്നെ തരാം. ആ തന്നാ മതി. എടാ നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോൾ വരാം. എടാ ചായ ഇപ്പം വരും, നീ കുടിച്ചിട്ട് പോവും. അതെടുത്ത് വെച്ചേക്കടാ, ഞാൻ ഇപ്പം തന്നെ വരാം. എടി അത് നമ്മുടെ സീനിയർ ഏട്ടനല്ലേ? നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നേ. ഹലോ, എന്നെ മനസ്സിലായോ? ഞാൻ ജീവ. കുറച്ചു മുന്നേ ക്ലാസ്സിൽ വന്നില്ലായിരുന്നു? ചേട്ടാ മനസ്സിലാവാണ്ട്. ഇയാളുടെ പേരെന്താ? എൻ്റെ പേര് കീർത്തി. ഓക്കെ. പിന്നെ അവന്മാരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ചേട്ടൻ വന്നതിന് മുന്നേ അവന്മാർ ക്ലാസ്സിൽ വന്ന് ഓരോന്നും പറയുമായിരുന്നു. ഞാനും അവളും ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പെട്ടെന്ന് എന്തോ പറഞ്ഞപ്പോൾ അവൾ അറിയാതെ ചിരിച്ചു. അപ്പോഴേ തന്നെ അവൾ സോറി പറഞ്ഞതാ. പക്ഷെ അവന്മാർ ചുമ്മാ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ ശല്യം ഇനി ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം.
ഓക്കെ. നിങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കെ, ഞാൻ പോട്ടെ. ജീവ, ആക്ച്വലി പ്രോഗ്രാമിൻ്റെ കാര്യം എനിക്ക് വയലിനില്ല. ഞാനപ്പോൾ എങ്ങനെ പ്രാക്ടീസൊന്നും ഇല്ലാണ്ട് സ്റ്റേജിൽ കയറി വായിക്കുന്നേ? ഓ, അതായിരുന്നോ? അത് വിഷയമൊന്നുമില്ല, വയലിനല്ലേ. തനിക്ക് ഞാൻ എടുത്തു തരാം. എടുത്തു തരാമെന്നോ? എവിടെ നിന്ന്? എൻ്റെ സാറാ, ഈ കോളേജിൽ തന്നെയല്ലേ ഇഷ്ടം പോലെ വയലിനിരിക്കുന്നേ. അതിലേതെങ്കിലും ഒരെണ്ണം തനിക്ക് എടുത്തു തരാം. താൻ വീട്ടിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തു. അയ്യോ, അത് വേണ്ട, അത് വലിയ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അതല്ല, കോളേജിൻ്റെ വയലിനല്ലേ, വീട്ടിൽ കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വല്ല പ്രശ്നമാവോ? അതൊന്നോർത്ത് താൻ പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ മതി, ഞാൻ വയലിനെടുത്തു തരാം. ഓക്കെ. എന്നാൽ നമുക്ക് ഈവനിങ് കാണാം, ഞാൻ പോവുക. എന്താ മോളെ, എന്ത് ക്ലാസ്സിൽ വന്ന് നിന്നോട് മാത്രം വയലിൻ്റെ പ്രോഗ്രാം ചെയ്യണമെന്ന് പറയുന്നു. ഇപ്പൊ വയലിനില്ലെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൽ തന്നു വിടുന്നു. അതാ ചോദിച്ചേ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന്. ഓരോ അർത്ഥമില്ല, ഓരോ അർത്ഥമില്ലാണ്ടിരിക്കില്ല. എന്തൊക്കെയൊക്കെ എവിടൊക്കെയൊക്കെ എന്തോ ഉണ്ട്. നിനക്ക് എന്തോ പെണ്ണെ, ഒന്ന് ചുമ്മാ ഇരിക്കേ. അല്ലാതെ പിന്നെ ക്ലാസ്സിൽ എന്തോരം പേരുണ്ട് വയലിൻ വായിക്കുന്നത്. എന്തിന്? ഞാൻ വരെയുണ്ട്. എന്നിട്ട് നിന്നോട് മാത്രം പുള്ളി പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ അർത്ഥം ചിന്തിച്ചോണ്ടിരുന്നു, ഞാൻ ക്ലാസ്സിൽ പോവാ. നിക്ക് പോവല്ലേ, ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി എന്താ? നിന്റെ പേര് സാറാന്നാന്ന് പുള്ളിക്ക് എങ്ങനെ അറിയാം? അത് ആരെങ്കിലും പറഞ്ഞായിരിക്കും. ഒരാളുടെ പേര് കണ്ടുപിടിക്കാനാണോ ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ട്? ഓ, ഈ പൊട്ടിയെ കൊണ്ട് നീ എന്നാലേ അങ്ങനെ ചിന്തിച്ചിരുന്നോ? ബാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. എന്തുവാടാ, എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ണെടുക്കുന്നില്ലല്ലോ. എന്താ, എന്നെ ഇന്ന് കാണാൻ അത്ര ലുക്കാണോ? ലുക്കിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോയെ? എങ്ങോട്ട്? ലോ, അവിടെ ആ വയലിൻ കാരിയുടെ അടുത്ത്. എല്ലാം അറിയണോ നിനക്ക്? ആ, അറിയണം. എന്നാലേ പറയാൻ സൗകര്യമില്ല. സാരില്ലടാ, അവൻ്റെ മനസ്സിലുള്ളതേ നമുക്ക് ചോർത്തെടുക്കാം. ഇന്ന് രാത്രി വന്നാവട്ടെ. എന്തുവാടാ, കുറേ നേരം ആയല്ലോ നീ എന്നോട് പിടിച്ചു നിർത്തിയേക്കുന്നത്. എനിക്ക് റൂമിൽ പോകണം. ഹായ്, നിന്റെ ചെവി എന്ത് സോഫ്റ്റാ, തൊട്ടോണ്ടിരിക്കാൻ തോന്നണം. ഒന്ന് അടങ്ങിയിരിക്കുക. ജീവ, സോറി, ക്ലാസ് ഇപ്പോഴാണ് കഴിഞ്ഞ്, അതാ ലേറ്റായി. അത് കുഴപ്പമില്ല, ഇന്നാ ഇത് പിടിക്ക്. ജീവ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇങ്ങനെ പേടിക്കില്ലേ, ഞാനല്ലേ തരുന്നേ. താൻ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. എങ്കിൽ ഞാൻ പോവാ, നമുക്ക് നാളെ കാണാം. ചെല്ല, പോയിക്കോ. എടാ 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 കള്ള, നിനക്കിനി എന്താ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കെന്താ മനസ്സിലായി? എനിക്കും കൂടി പറഞ്ഞ. പണ്ടൊക്കെ 3 പെഗ് അടിക്കുമ്പോൾ തന്നെ പാടാവണം ഞാനാ. ഇപ്പൊ 6 പെഗ് അടിച്ചിട്ട് ഒരു ഫിറ്റും ഇല്ലല്ലോ. അതെന്തുകൊണ്ടാന്നറിയോ? നിന്റെ കരള് പണി തരാൻ തുടങ്ങി. എന്റെ ഹരിയേട്ടാ, 1-2 പെഗൊക്കെ അടിച്ചാലേ നമ്മുടെ ബോഡി ഫിറ്റ് ആവുള്ളൂ. ആ, അത് ശരിയാ, എങ്കിലേ ഫിറ്റ് ആവുള്ളൂ. എടോ മനുഷ്യ, ആ ഫിറ്റ് അല്ല ഇത്, മറ്റേത് ബോഡി ഫിറ്റ്. ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീയെ നശിച്ച്, നീയൊക്കെ കൂടി എന്തിനാടാ അയാളെ കൂടി വഴിതെറ്റിക്കാൻ നോക്കണേ? ആണാ, എന്നാ കയ്യിലിരിക്കണ പെഗും കൊടുത്ത. എടാ, അത് എന്റെയാ, അതും കൊണ്ട് പോണു. ഹരിയേട്ടാ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നമ്മൾ ഇത്ര ഡീസൻ്റ് ആയിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക. നമ്മൾ ഈ ഒരാൾക്ക് മാത്രം സ്നേഹം കൊടുത്തിട്ട് കാര്യമുണ്ട്. ഈ പെമ്പിളർക്ക് നമ്മൾ സ്നേഹം വാരിക്കോരി ഇങ്ങനെ കൊടുക്കണം. അതെ, എന്നിട്ട് അവളുമായിട്ടൊക്കെ കയ്യിലിരിക്കണ തല്ലും കൊള്ളണം, അല്ലടാ? അതെ, അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെ പലർക്കും പല മാറ്റങ്ങളും ഉണ്ട്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഓർക്കണമെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഹരിയേട്ടാ, നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഇല്ലേ? നീയൊന്നും അത് വിട്ടില്ലേടാ. എൻ്റെ ദൈവമേ, എനിക്കെന്താ എങ്ങോട്ട് പോകാൻ പാടില്ലേ? നമ്മളൊന്നും പറയുന്നില്ലേ? ഇവിടെ ചിലർ ഡാൻസ് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു, വയലിൻ ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു, എന്തൊക്കെയാ. ഒന്ന് പോടാ. ഞാൻ വയലിൻ പഠിക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജീവ,
നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പഠിക്കടാ. നമുക്കൊരു വയലിനിസ്റ്റിനെ കൂടെ കിട്ടൂലേ? അതെ. വിച്ചു, എല്ലാ കാര്യം ഓക്കെ അല്ലേ? ആടാ, എല്ലാം സെറ്റാണ്. ചേട്ടൻ പറയുന്നങ്ങ് കേക്ക് മോളെ. ജീവ, നീ അത് നോക്കിയേ. ഞാൻ കണ്ടു. ഇവനൊക്കെ എന്താണ്, എത്ര കിട്ടിയാലും പഠിക്കില്ല ചേട്ട. ഇപ്പോൾ ഒരു ഇഷ്യൂ ആക്കണ്ട, പ്രോഗ്രാം കഴിയട്ടെ, ബാക്കി അപ്പം നോക്കാം. ദേടാ ജീവ, നിന്റെ കൊച്ചു സ്റ്റേജിൽ നിൽക്കുന്നത്. വാവ് മോനെ, നിന്നെ കൊച്ച് അടിപൊളിയായിട്ട് വായിച്ചു കേട്ടോ. എടാ, ഞാനിപ്പോൾ വരാവേ. ചെല്ല് ചെല്ല്, പോയി അഭിനന്ദിച്ചിട്ട് വാ. എടി, എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയല്ല, അടിപൊളിയായിരുന്നു. എന്റെ കൈയും കാലം പറിച്ചിട്ട് പോയായിരുന്നു. നീ സ്റ്റേജിൽ കയറി വായിച്ചപ്പോ തൊട്ടേ നമ്മുടെ സീനിയർ ആയിരുന്നില്ലേ ജീവ, നിന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. 100 ആയുസ ദേ വരുന്നു. സാറാ, പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. താൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വായിച്ചു. താങ്ക് യു ജീവ. പിന്നെ ഈവനിങ് താൻ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? അതിനെന്താ, നമുക്ക് പോവാലോ. എന്നാ പിന്നെ നമുക്ക് ഈവനിങ് കാണാം. ഞാൻ അങ്ങ് ചെല്ലട്ടെ. താനിവിടെ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അല്ല, ഞാനിവിടെ ഒരു വീടെടുത്തിട്ടുണ്ട്. അവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ഒറ്റയ്ക്കാണോ? അപ്പൊ തന്റെ പാരന്റ്സ് ഒക്കെ? അങ്ങനെ ചോദിച്ചാ എനിക്ക് 15 വയസ്സുള്ളപ്പോഴാ അമ്മ എന്നെ വിട്ടു പോകുന്നേ. അമ്മ പോയ ശേഷം പിന്നെ ഞാനും അച്ഛനും മാത്രമായിട്ടുള്ളൊരു ജീവിതമായി. പക്ഷേ അച്ഛനും ഞാനും തമ്മിൽ എന്നും വഴക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വയലിൻ വായിക്കുന്നതോ പഠിക്കുന്നതോ ഒന്നും അച്ഛന് ഇഷ്ടമല്ല. പക്ഷെ എനിക്കാണെങ്കിൽ അതില്ലാതെ പറ്റില്ല. അവസാനം ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. താൻ അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ അച്ഛൻ വിളിച്ചില്ലേ? ഇല്ല. അതൊക്കെ പോട്ടെ. അതെ, നാളെ തൊട്ട് താൻ എന്നെ വയലിൻ വായിക്കാൻ പഠിപ്പിക്കൂ. ഇതെന്താണ് പുതിയൊരു ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, അതിനോട് പ്രത്യേക ഒരു താല്പര്യം തോന്നുന്നു. പഠിപ്പിച്ചൊക്കെ തരാം. പക്ഷെ എത്രയാ എനിക്ക് ഫീസ് തരാൻ പോകുന്നത്? ഓഹോ, അപ്പൊ താൻ ഫീസിലാണ്ട് എന്നെ പഠിപ്പിക്കില്ലല്ലേ? ശരി, ആദ്യമായിട്ട് താൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടല്ലേ, തന്നെ ഞാൻ ഫീസില്ലാണ്ട് പഠിപ്പിക്കാം. അത് ശരി, താൻ കൊള്ളാലോ ആള്.
ചേടാ ഇത് ഭയങ്കര മെനക്കേടാണല്ലോ. എൻ്റെ ജീവ, നിന്ന് വായിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. ആദ്യമായിട്ട് വായിക്കുന്നവർ എല്ലാവരും ഇങ്ങനെ തന്നെയാ. പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്ത് അത് ഓക്കെ ആയിക്കോളും. നീ വായിക്കേ. ഞാൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ആ, നീ ട്രൈ ചെയ്യേ. സാറ, ഇതിന്ന് അപശബ്ദം അല്ലാണ്ട് വേറെ ഒന്നും കേൾക്കുന്നില്ല. അത് വായിക്കേ. വായിച്ച് വായിച്ചേ അത് ശരിയാവുള്ളൂ. സംഭവം കുറച്ച് മെനക്കേടാണല്ലേ? പിന്നെ മെനക്കെടാണ്, ചുമങ്ങ പഠിക്കാൻ പറ്റുമോ? ആക്ച്വലി ഞാനെല്ലാം വേഗം വേഗം പഠിക്കുന്ന ടൈപ്പാണ്. പക്ഷെ ഇത് മാത്രം പറ്റുന്നില്ല. നല്ല പാടാം. സാരില്ല, സമയമുണ്ടല്ലോ. അപ്പോൾ അതേ ഞാനിത് പഠിക്കും. പഠിച്ചാ മതി. എടാ മോനെ, എന്താ അസലായിട്ടാടാ നീ വായിക്കുന്നേ? പഠിച്ചെടുത്തല്ലേ നീ? ശരിയാട്ടോ, നീ എത്ര വേഗം അത് ക്യാച്ച് ചെയ്ത്. നല്ല രസമായിട്ട് വായിക്കുന്നുണ്ടടാ. ചെക്കനെങ്ങനെ പഠിക്കാണ്ടിരിക്കണേ? സാറല്ലേ അവന്റെ ഗുരു. കുരുവോ? കുരു അല്ലടാ പൊട്ട, ഗുരു. പിന്നെ എത്ര നാളെന്ന് വെച്ചാ നീ നിന്റെ ഇഷ്ടം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? പെട്ടെന്ന് അവനോട് പോയി പറയാൻ നോക്ക്. പറയണം. പറ്റുവാണെങ്കിൽ നാളെ തന്നെ പോയി പറഞ്ഞേക്കേ. അയ്യടാ, അത് പറഞ്ഞപ്പോ ചെക്കൻ്റെ ഒരു നാണം നോക്കിയേ. പോടാ. എടാ, അവള് ക്ലാസ്സിലിരിപ്പുണ്ട്. നീ വേഗം പോയി പ്രപ്പോസ് ചെയ്തു. പിന്നെ പൂവൊക്കെ എടുത്തിട്ടില്ലേ? അതൊക്കെ കയ്യിലുണ്ട്. കൊച്ച കള്ളൻ എല്ലാം സെറ്റപ്പായിട്ട് ഇറങ്ങിയേക്കണേ. ഓ, ഒന്ന് ചുമ്മാ ഇരിക്കടാ, ഞാൻ പോയിട്ട് വരാം. എന്നാ വേഗം ചെല്ല്. ഓൾ ദി ബെസ്റ്റ് അളിയാ. ക്ലാസ്സിൽ കയറണോ? വേണ്ട, ഇവിടെ നിന്ന് തന്നെ പറയാം. എങ്ങനെ ഇപ്പോൾ ഒന്ന് തുടങ്ങാം? സാറ, ഞാൻ ജീവയാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എനിക്കിതെങ്ങനെ പറഞ്ഞു തുടങ്ങണ്ടേന്ന് ഒന്നും അറിഞ്ഞൂടാ. സാറ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ക്ലാസ് റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വയലിൻ വായിക്കുന്നത്. ആ നിമിഷം തൊട്ട് താനെൻ്റെ മനസ്സിൽ കയറിയത്. അല്പം ക്ലീശയായല്ലേ? എന്നാലും സാരില്ല. എടോ, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താനെൻ്റെ ലൈഫിലോ എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് താനൊരു തീരുമാനം പറയണ്ട. നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. താനെന്താ ഒന്നും മിണ്ടാത്തേ? ചെറുതായിട്ട് നാളെ മാറിപ്പോയിട്ടുണ്ടേ ജീവ. സാറാ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അപ്പൊ ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ആരാ? അതിൻ്റെ ഉള്ളിൽ ഞാനാ. ഇവളാ? എൻ്റെ ചേട്ടാ, അറ്റ്ലീസ്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അകത്ത് ആരാണ് ഇരിക്കുന്നെങ്കിലും നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ? അയ്യേ, നാണം കെട്ട്. ഞാനെന്നാ പോയേക്കാം, നിങ്ങൾ സംസാരിക്കും. അത് പിന്നെ സാറാ, നൈസായിട്ട് ഒന്നാൾ മാറിപ്പോയി. ആള് മാറിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. ആ, അതവിടെ നിൽക്കട്ടെ. പൂവൊക്കെ ആയിട്ടെന്താ, പ്രപ്പോസ് ചെയ്യാൻ വന്നാണോ? അതെ. എന്നിട്ടെന്തേ പ്രപ്പോസ് ചെയ്യുന്നില്ലേ? ആക്ച്വലി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? എങ്ങനെയൊക്കെ ആയിപ്പോയില്ലെന്ന്? ഇവള് സാറാ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. നീ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. എനിക്കിതൊന്നും ആലോചിക്കാനില്ല. അതെന്താ, നിനക്കിനി എനിഷ്ടം? ജീവ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു ജീവ.
take you to your fantasy. Eyes, when I look into your eyes, you make me realize that baby you're the only one for me. In pranana vasigara premadura modangara manohara chatura vidura sukhaminunutara. തന്നല്ലോ ചുണ്ടിൽ ഞാൻ ഒരു മിന്നൽ പൂമുത്തം, ഇനി ലോകം മൊത്തം നേടും ഞാൻ. നീ അനുരാഗപ്പൂത്താലം, ഇനി എന്നും പൂക്കാലം, ഈ സ്വപ്നത്തേരിൽ ഒഴുകി നടക്കാൻ വാ. ഇന്നിനി വന്നില്ലാവോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. മിക്കവാറും ഇന്ന് വന്ന് കാണാൻ ചാൻസ് ഇല്ലായിരിക്കും. ഹലോ. എന്താ ഉദ്ദേശം? കുറച്ച് ദിവസമായല്ലോ ഇയാളിങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ഇവിടെ നിൽക്കുന്നേ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണോ വിചാരം? എടോ, അതങ്ങനെയല്ല. ഞാൻ ഈ വഴി പോയപ്പോൾ ജസ്റ്റ് വന്നൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓഹോ, അപ്പോൾ എന്നും ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വന്ന് നോക്കാൻ തോന്നും അല്ലേ? ഗൗരി, ഐ ആം സോറി. അതെ, ഒരാൾ അറിയാതെ അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്ര വലിയ നല്ല ശീലമൊന്നും അല്ല. ഗൗരി, ക്ലാസ് തുടങ്ങി, നീ വന്നില്ലേ? ആടി ദേ വരുന്നു. അതെ, എന്നെ ഇനി കാണണമെന്ന് തോന്നുമ്പോഴേ ഇങ്ങനെ ഒളിച്ചും പാത്തൊന്നും വന്ന് നോക്കേണ്ട ആവശ്യമില്ല. നേരിട്ടങ്ങ് വന്നാൽ മതി, ഞാനിവിടെ തന്നെ ഉണ്ടാവും. എന്താ? എടോ, താൻ ഇങ്ങനെ വന്ന് നോക്കുന്നതേ എനിക്ക് ഇഷ്ടമാണെന്ന്. നാളെ വരാതിരിക്കരുത്, ഞാൻ കാത്തിരിക്കുവേ. ഞാനേ ഇപ്പൊ പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ജീവിതമായി. നമുക്കൊക്കെ ഒരു പെണ്ണുമില്ല, ഒരു പേടക്കോഴിയില്ല. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? നിനക്കൊരു ജീവിതമല്ലേ, അത് ഞാൻ തരാടാ. അയ്യേ വഷള, നീ എന്റെ മേത്തുനിന്ന് കൈയെടുത്തേ. എന്താടാ? ദേടാ, നിന്റെ സാറ വരുന്നു. ജീവ, നീ എന്താ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞേ? അതൊക്കെ പറയാം, നീ ഇപ്പൊ എന്റെ കൂടെ വാ, നമുക്കൊരു സ്ഥലം വരാൻ പോയിട്ട് വരാം. എവിടെ? നീ ഇപ്പൊ എന്റെ കൂടെ വാ, ഞാൻ പറയാം. അയ്യോ, അപ്പൊ കീർത്തി ഒറ്റയ്ക്കാവില്ലേ? പക്ഷെ എന്റെ സാറാ, അതോർത്തൊന്നും പേടിക്കണ്ട. കീർത്തി ഒറ്റയ്ക്കല്ല, കീർത്തിക്ക് ഞാനുണ്ട് മോനെ. അത് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിപ്പോ ഒന്ന് കോളടിക്കാൻ നോക്കിയതാ. എടി, നീ പോയിട്ട് വാ, ഞാൻ പോയിക്കോളാം. ആ കേട്ടോ, അവൾക്ക് ഒരു കുഴപ്പമില്ല, നീ വാ എന്റെ കൂടെ. എടി, ഞാനെന്നാ പോയിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാ മതി. ആടി, നീ പോയിട്ട് വാ. ജീവ, ശരിക്കും നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നീ ഒന്ന് അടങ്ങ്, നമ്മൾ ഇപ്പൊ തന്നെ എത്തും. എന്നാലും എനിക്കൊരു എക്സൈറ്റ്മെന്റ്, അതാ ചോദിക്കുന്നേ. ഇവിടെയോ? ഇത് നമ്മളന്ന് കോഫി കുടിക്കാമെന്ന കഫേ അല്ലേ? അതെ, നീ ഉള്ളിലേക്ക് ഇരിക്കൂ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അതെന്തിനാ? നമുക്ക് ഒരുമിച്ച് പോവാം. നീ ചെല്ല്, ഞാനിപ്പോ വരാന്നേ. ശരി. ജീവെന്താ വരാത്തെ?
കുറെ നേരം ആയല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മൈ ലവ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ സാറ. അയ്യേ, എൻ്റെ കൊച്ചിങ്ങനെ കരയാതെ. കരച്ചിലൊക്കെ നിർത്തിക്കേ. എന്നാ ഈ കേക്ക് മുറിക്കേ. ഇത് കരഞ്ഞതല്ല ജീവ, സന്തോഷം കൊണ്ട്. സന്തോഷം കൊണ്ടാണെങ്കിലും കരയണ്ട. ഇന്ന കേക്ക് മുറിക്കേ. സാറ, ദിസ് ഈസ് ഫോർ യു. ഇത് നോക്ക്. ജീവ, എനിക്ക് സന്തോഷം കൊണ്ട് പറ്റുന്നില്ല. ഏയ് സാറ, ചുമ്മാ ഇങ്ങനെ കരയരുത്. ഞാൻ മിണ്ടൂലേ. മതി, കരച്ചിലൊക്കെ നിർത്തിക്കേ. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല ജീവ. സാറ, നീ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ കരയല്ലടി. പിന്നെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇത്രേ പറ്റുള്ളൂ. പക്ഷെ ഇനി വരുന്നതിൻ്റെ എല്ലാ ബർത്ത്ഡേയും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. മതി മതി മതി, കരഞ്ഞാക്ക മതി. നമുക്ക് ഇനി വല്ലത് കഴിക്കാം. എനിക്ക് വയറ് വിശന്നിട്ട് വയ്യ. ജീവ, എൻ്റെ ലൈഫിൽ ഇത്രയധികം ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതിന് കാരണക്കാരൻ നീയ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെയും കൂടെ കരയിക്കോ? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മേനെയായിരുന്നു. അമ്മ പോയ ശേഷം പിന്നെ ആ ഒരു സ്ഥാനത്ത് വരാൻ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നീയുണ്ട് ജീവ. എൻ്റെ അമ്മേനെ പോലെ തന്നെ അല്ല, ഒരു പടി മേളിൽ. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ജീവ. എൻ്റെ ലൈഫ് ലോങ് എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം. സാറ, ഞാൻ നിനക്ക് വാക്ക് തരാം. എന്നും എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു കാരണത്താലും നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. എനിക്കറിയാം ജീവ, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. ജീവ, ഞാൻ നിൻ്റെ മടിയിലൊന്ന് കിടന്നോട്ടെ? വാ. നീ എവിടെയാ? നീ എപ്പോഴാ എത്തുന്നേ? ഞാൻ റൂമിലാ, കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. എന്തു പറ്റി? നീ വരുമ്പോ തന്നെ എന്നെ ഒന്ന് കാണണം. എന്തു പറ്റി? നീ കാര്യം പറ. അത് ഫോണിൽ കൂടി പറയാൻ പറ്റിയതല്ല, നേരിട്ട് പറയാം. നീ എന്നാ വെച്ചോ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. എന്തു പറ്റി? നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? കാര്യം പറ. ഇന്ന ഇതെന്താ? നീ അത് തുറന്ന് വായിച്ചു നോക്ക്. ഹാ, ശരിക്കും? കഴിഞ്ഞ മന്ത ഞാൻ കോമ്പറ്റീഷന് പോയത്. പക്ഷേ അവിടെ എനിക്ക് സെലക്ഷൻ കിട്ടുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ ഓർത്തില്ല. നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വെച്ചാ എൻ്റെ ഫൈനൽ ഓഡിഷൻ നടക്കുന്നത്. അവിടെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ജീവ പിന്നെ ഒന്നും നോക്കാനില്ല. ഫേമസ് ആയിട്ടുള്ള ഒത്തിരി വയലിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അവരുടെ മുന്നിലൊക്കെ വായിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര കൊല്ലത്തെ എൻ്റെ ഡ്രീമാണെന്നറിയോ ഇത്. അതെല്ലാം സക്സസ് ആവാൻ പോണ പോലെ തോന്നുക. എൻ്റെ കൊച്ചു പൊളിയല്ലേ? എനിക്ക് ഉറപ്പുണ്ട് നിനക്കതിൽ സെലക്ഷൻ കിട്ടും. അതെ, എൻ്റെ ജീവ വാങ്ങി തന്ന വയലിലും കൊണ്ടല്ലേ ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് എന്തായാലും സെലക്ഷൻ കിട്ടും. എടാ, നിനക്കിതെന്ത് പറ്റി? നീ ഇതിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എടാ, അവളൊന്നും വന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അവൾ വല്ല പ്രാക്ടീസിലായിരിക്കൂടാ. നെക്സ്റ്റ് വീക്കല്ലേ പ്രോഗ്രാം. അതുകൊണ്ടൊന്നുമല്ലടാ, വേറെ എന്തോ ഉണ്ട്. അവൾ വരാതിരുന്ന എന്നോട് പറയുന്നതാ. ഇതൊന്നും വിളിച്ചു പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നീ അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്ക്. കാര്യം എന്താണെന്നറിയാലോ. ഓ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ക്ലാസ്സിലും വരുന്നില്ല.
മനുഷ്യരിങ്ങനെ ടെൻഷൻ ആക്കുന്ന എന്തിനാ? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജീവ, എനിക്ക് വയ്യ. രാവിലെ തൊട്ട് നല്ല തലവേദന. ഞാൻ ഫോണൊന്നും നോക്കിയില്ല. തലവേദനയോ? എവിടെ നോക്കട്ടെ. ഈശ്വര, നിനക്ക് നല്ലപോലെ പനിക്കുന്നുണ്ടല്ലോ. നീ മെഡിസിൻ വല്ലതും കഴിച്ചായിരുന്നോ? നീ ഫുഡ് വല്ലതും കഴിച്ചായിരുന്നു ഇത്ര നേരമായിട്ട്? ജീവ, ഞാൻ കിടക്കുമായിരുന്നു. ഇതുവരെ ഒന്നും ചെയ്തില്ല. എന്താ സാറ, നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? നീങ്ങ വാ, ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി തരാം. സാറ, പിക്കിൾ ഇരിപ്പുണ്ടോ? ഹാ, ഉണ്ടല്ലോ, ഫ്രിഡ്ജിനകത്തുണ്ട്. ജീവ, നീ എന്താ ഉണ്ടാക്കുന്നേ? കഞ്ഞിയും പയറും. ഓ അതെ, ഞാനും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യട്ടെ? ഹെൽപ്പ് ഒന്നും ചെയ്യണ്ട, വേണേൽ അടുത്ത് വന്ന് നോക്കിക്കോ. ഹാ, അതായാലും മതി. ജീവ, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓ അത് ശരി, അപ്പൊ ഇത്ര നാൾ എന്നെ കാണാൻ ഭംഗിയില്ലായിരുന്നെന്നാണോ? അങ്ങനെയല്ല, പക്ഷേ ഇന്നൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആണോ? ജീവ, ജീവ, ഉമ്മ ഞാൻ തരത്തില്ല. എനിക്ക് പനിയാണ്. നിനക്ക് പനി പിടിക്കും. ബട്ട് എനിക്കത് കുഴപ്പമില്ലെങ്കിലോ? ജീവ, വേണ്ട. പറ്റില്ല. സറ ഉറങ്ങി? എന്നെ കെട്ടിപ്പിടിച്ച് കിടക്ക്. ഉറങ്ങിക്കോ. ജീവ, ഞാനിവിടെ കടയിൽ കയറിയേക്കുവാ. ഇനി ഒരു 10 മണിയാകുമ്പോൾ ഒന്ന് പിക്ക് ചെയ്താൽ മതി. ഞാൻ ആ ജംഗ്ഷനിലുണ്ടാവും. ശരി, ഞാൻ അവിടെ വന്നേക്കാം. പിന്നെ എല്ലാം മറക്കാണ്ട് എടുത്തിട്ടില്ലേ? നീ എടുത്തിട്ടുണ്ട്. ഞാനേ എന്നാ വെക്കുവാ. നീ അവിടെ 1 മണി വിളിച്ചാൽ മതി കേട്ടാ? ശരി. ജീവ, വേഗം വാ, സമയം പോകുന്നു. അതെ വരുവാ.
രാവും പുഞ്ചിരിച്ചന്തമിഴും ഈറൻ രാവുകളും മുന്തിരിച്ചുണ്ടുകളും വിഞ്ഞാമമ്മകളും മറന്നെല്ലാം അന്നു നാം ഉള്ളാൽ രണ്ടിണയാ ലോകം പിന്നെ നൂറഴകാ അയ്യോ ഹരിയേട്ട, ജീവ നീ വേഗം വാ. ജീവ നീ എന്തേ കാണിക്കുന്നേ? മതി. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോ. എനിക്കൊന്ന് തനിച്ചിരിക്കണം. എല്ലാവരും പുറത്തു പോ. ജീവ, വിച്ചു, നീ വാ. അവൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ജീവ, ഹാ, എന്തൊരു കോലമാടാ നിന്റെ. നീ എത്ര നാളിങ്ങനെ ഇരിക്കും ജീവ? നിനക്കിതല്ലാണ്ട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എടാ, നീ എന്നെ നോക്കിയേ. ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട സാറക്കത് സഹിക്കോടാ. വിച്ചു, നിനക്കും അറിയാറുന്നല്ലേടാ, അവൾ എന്തോരം ആഗ്രഹിച്ചതാ ഈ ലോകം അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റ് ആവണമെന്ന്. ഒത്തിരി സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടല്ലേടാ അവൾ പോയത്. ജീവ, എനിക്ക് മനസ്സിലായി. പക്ഷേ ലൈഫ് ഇങ്ങനെയാടാ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, അവൾക്ക് വേണ്ടി നിനക്കത് സാധിച്ചു കൊടുത്തൂടെ? ഒന്നില്ലെങ്കിലും അവളല്ലേടാ നിന്നെ പഠിപ്പിച്ചത്. അവൾക്ക് സാധിക്കാൻ പറ്റാണ്ട് പോയ അവളുടെ സ്വപ്നം അവൾക്ക് വേണ്ടി നിനക്ക് ചെയ്തൂടെ? ജീവ, നീ സന്തോഷിച്ച് കാണാനല്ലേടാ അവളും ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? അവളുടെ സ്വപ്നത്തിന് വേണ്ടി നീ പരിശ്രമിക്കണം. അത് കാണുമ്പോൾ അവൾക്ക് എന്തൊരു സന്തോഷമാവുമെന്നറിയോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ,
നീ ആലോചിക്ക്. നീ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂടെ ഞാനുണ്ടാവും. ജീവ സാർ, ഹാ നടാശ, ജീവ സാർ, യു സച്ച് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത്ര മനസ്സ് നിറഞ്ഞ് ഒന്നിത് ആദ്യമായിട്ടാണ്. ഐ ട്രൂലി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദ ചാൻസ് ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് യു. അയ്യോ, ഇറ്റ്സ് നത്തിങ്. താങ്ക് യു സോ മച്ച്. എനിവേ, ആക്ച്വലി ഞാനതേപോലെ നല്ല ഹാപ്പിയാണ് തൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിന്. ഓ സാർ, ഇങ്ങനെ കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പരിപാടി? ഹാ, നെക്സ്റ്റ് വീക്ക് ഞാൻ യുഎസിലേക്ക് പോവാണ്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. എനിവേ, നൈസ് ടു മീറ്റ് യു മിസ് നടാശ. ഇനി ഇതേപോലെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് സർ. ജീവ, എനിക്ക് ഉറക്കം വരുന്നില്ല. നീ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞുതരോ? കഥ? ഹാ, ഒരു കഥയുണ്ട്. ഒരു ചെറിയ നീല നക്ഷത്രം ആകാശത്ത് തിളങ്ങിക്കൊണ്ടേയിരുന്നു. ആ നീല നക്ഷത്രത്തിൻ്റെ അടുത്ത് ഒരു മഞ്ഞ വെളിച്ചമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇരുവരും പ്രണയത്തിലായി. അവരുടെ വെളിച്ചം രാത്രിയുടെ ഭംഗി കൂട്ടി. പെട്ടെന്നൊരു രാത്രി ആ നീല നക്ഷത്രം അപ്രത്യക്ഷമായി, അകലങ്ങളിലേക്കെന്നൊരു പറക്കൽ പോലെ. എന്നിട്ട് നീല നക്ഷത്രം തിരിച്ചു വന്നില്ല ജീവ? ഇല്ല, വന്നില്ല. അയ്യോ, അപ്പം മഞ്ഞ വെളിച്ചം ഒറ്റയ്ക്കായില്ലേ? ഒറ്റയ്ക്കായി. പിന്നീട് ആകാശത്ത് ആ മഞ്ഞ വെളിച്ചം തനിച്ചായിരുന്നു. പക്ഷേ ആ നീല നക്ഷത്രം അപ്രത്യക്ഷമായപ്പോഴേ ചെറിയൊരു നീല വെളിച്ചം ആ മഞ്ഞ വെളിച്ചം അറിയാതെ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള രാത്രികളിൽ ആ മഞ്ഞ വെളിച്ചത്തിൽ എവിടേക്കോ ചെറിയൊരു നീല നിറമുണ്ടായിരുന്നു. നീല നക്ഷത്രത്തിൻ്റെ ഓർമ്മ പോലെ.